പശ്ചിമേഷ്യയിൽ വമ്പൻ ആക്രമണ ഭീതിയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എത്രയും വേഗം ഇറാൻ വിട്ട് പുറത്തു വരണമെന്നാണ് ഇന്ത്യൻ എംബസി കൃത്യമായി ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. ഇവർക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഇപ്പോൾ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത വരുന്നത് റഷ്യയിലെ മിസൈലുകൾ ഇറാനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. റഷ്യയും ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതൊരു രഹസ്യ കരാറാണ്. അതേസമയം ട്രംപ് ഇത് മണത്തറിഞ്ഞിരിക്കുന്നു. ട്രംപ് പറയുന്നത് ഇത് ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങളുടെ അന്ത്യമായിരിക്കുമെന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം സ്ഫോടനാത്മകമായിട്ടുള്ള വഴിത്തിരിവിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വശത്ത് ട്രംപും ഇസ്രായേലും ഇറാനെതിരെ പരിമിതമായിട്ടുള്ള സൈനിക ആക്രമണം പരിഗണിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് അതിനാണ് കോപ്പുകൂട്ടുന്നത്. സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ഇറാൻ റഷ്യയുമായി കോടിക്കണക്കിന് രൂപയുടെ രഹസ്യ ആയുധ കരാറുണ്ടാക്കി. റഷ്യയും ഇറാനും തമ്മിലുള്ള രഹസ്യ കരാർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. 500 മില്യൺ യൂറോ, ഏകദേശം $589 മില്യൺ വില മതിക്കുന്ന ആയുധങ്ങൾ വാങ്ങുന്നതിനായി ഇറാൻ റഷ്യയുമായി രഹസ്യ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുണ്ട്. ഡിസംബറിൽ മോസ്കോയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. എന്നിരുന്നാലും ഇപ്പോൾ അത് വെളിപ്പെട്ടിരിക്കുന്നു. കരാർ പ്രകാരം അടുത്ത 3 വർഷത്തിനുള്ളിൽ റഷ്യ ഇറാൻ 500 അത്യാധുനിക വെർബ വിക്ഷേപ യൂണിറ്റുകളും 2500 നയനം 336 മിസൈലുകളും നൽകും. തോളിൽ വഹിച്ചുകൊണ്ട് കൃത്യതയോടെ ഡ്രോണുകളെയോ യുദ്ധവിമാനങ്ങളെയോ ആക്രമിക്കാനുള്ള കഴിവിന് ഈ മിസൈൽ പേരുകേട്ടതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ജൂണിൽ US സൈന്യം ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. ആക്രമണം ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും അമേരിക്ക അഴിച്ചുവിടാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യം അങ്ങേയറ്റം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇറാനെതിരെ പരിമിതമായിട്ടുള്ള സൈനിക നടപടി ട്രംപ് പരിഗണിക്കുമെന്ന് പറയുകയാണെങ്കിലും ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ചർച്ചകളും ഒരു വശത്തേക്ക് പോവുകയാണ്, ഒരു വശത്ത് നടന്നു വരികയാണെന്നുള്ളതാണ് കാര്യം. ആ ചർച്ചകൾ യാതൊരുവിധ വഴിയും കണ്ടെത്താതെ പിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ ആക്രമണം തന്നെ GCC രാജ്യങ്ങൾ അടക്കം ഉൾപ്പെടുന്ന വലിയ ആക്രമണം തന്നെ മധ്യ ഏഷ്യയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് വലിയ ആഗോള പ്രതിസന്ധിക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും അടക്കം കാര്യമാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.